Hi everyone, welcome back to Kavita's Sugar and Spice. ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ മുഗളായി. അപ്പോൾ അതിൻ്റെ പേര് തന്നെ അറിയാം, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ മുഗൾസൊക്കെ ഈ ടൈപ്പ് ചിക്കൻ കറിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കും കൂടി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. പണി തുടങ്ങുമ്പം ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷനാണ്. നമ്മൾ കാഷ്യൂ ഒരു 2 ടേബിൾ സ്പൂണും ആൽമണ്ട്സ് ഒരു 2 ടേബിൾ സ്പൂണും നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണ്. അത് ഇതിൽ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് വയ്ക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ പാല്, അത് ഞാനിങ്ങനെ നല്ല ചൂടാക്കിയെടുത്ത പാലാണ്. അതിൽ ഇത്ര ഇത് കുങ്കുമപ്പൂവാണ്, ഇത് കുറച്ച് മതി. അപ്പം അത്രയും അതിൽ ഒന്ന് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അത് അതിലിരുന്നിട്ട് കുറച്ച് കളറൊക്കെ മാറി ഒന്ന് സോക്കാവട്ടെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടത് 2 സംഗതിയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ള, ഒരു നോൺ സ്റ്റിക്ക് ആയാലും മതി, കാസ്റ്റ് അയൺ എടുത്തുവെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒരു ½ an hour ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ചിക്കനെ ഇതിലേക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഹീറ്റിലാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. 2 സൈഡും തിരിച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് മാറ്റാം. ഞാനൊരു 1/4 കപ്പ് എണ്ണയാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. അതേ എണ്ണ നമുക്ക് ബാക്കി കുക്കിങ്ങിനും യൂസ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഒരു ഇത്രയൊക്കെ ആയാൽ മതി, ചെറുങ്ങനെ കുക്കാവുണ്ട്. ബിക്കോസ് ബാക്കി ഒരു 50% കുക്കാവുണ്ട്. ബാക്കി നമ്മൾ നമ്മുടെ ഗ്രേവിയിൽ വെച്ചിട്ട് അതിനെ കുക്കാക്കും. ഇപ്പം ഇത്രയും മതി. ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഇതിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയും ആവുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോണത്. ഈ എണ്ണയൊക്കെ മതി. അതിലേക്ക് നമ്മുടെ എല്ലാ സ്പൈസസിനെയും ഒന്നിടാം. സ്പൈസസ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി അതും ചേർക്കാം. എന്നിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വഴന്ന് കിട്ടുന്നവരെ കുക്ക് ചെയ്യാം. അതിട്ടു. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളി വഴന്നിട്ടുണ്ടാവും ഒരുവിധം. നമുക്കിതിലേക്ക് ഞാനിത് ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് നമ്മുടെ കാഷ്യൂ ബദാം പേസ്റ്റ് തൈര് കൂട്ടിയിട്ട് അരച്ചെടുത്തു. അപ്പോൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലെ ഒരു പ്രത്യേകത, നമ്മളിത് ആഡ് ചെയ്തതിന് ശേഷമാണ് മസാലകൾ ചേർക്കുക. ഇതിനെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്കാക്കാം. ഇത് അണ്ടിപ്പരിപ്പ്, ആൽമണ്ട്സ്, പിന്നെ തൈര്, കുറച്ചുള്ള 1/2 കപ്പ് പാല്, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അത് ഇതിപ്പോൾ ഒന്ന് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് ഇതിനെ ഒന്ന് നന്നായി ഇളക്കി ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനപ്പോൾ ആ മിക്സി തന്നെ കഴുകിയിട്ടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ മസാല ഒന്ന് വെന്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. വല്ലാതെ കുറേ നേരം തിളപ്പിക്കണ്ട, കാരണം അതപ്പം കരിഞ്ഞു പോവും. ഇതിൽ വെള്ളം കുറവാണ്, അത് കാരണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് തിളയ്ക്കട്ടെ. വല്ലാതെ കുറുകിയും തോന്നുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ 1 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ, വല്ലാതെ കുറുകിപ്പോയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ വെള്ളം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ
നമ്മുടെ വറുത്ത് വെച്ച ഈ ചിക്കൻ ആഡ് ചെയ്യണം. ഇതിലിപ്പോൾ വളരെ കുറച്ച് എരിവേ ഉള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റിൽ 2 പച്ചമുളക് ഇടും. അത് നിങ്ങൾക്ക് ആ എരിവൊന്നും പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പും ചേർക്കുകയാണ്. നമുക്കിതിനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ചിക്കൻ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ട് ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പച്ചമുളക് അതിൽ ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുങ്കുമപ്പൂവിൻ്റെ സാഫ്രൺ മിൽക്ക് അതും ചേർക്കാം. ഇത് നിങ്ങൾക്ക് ഇപ്പോഴല്ല, വേണമെങ്കിൽ മറ്റേ ഇത് അരയ്ക്കണേൻ്റെ കൂടെയും ചെയ്യാം കേട്ടോ. കാഷ്യൂ ഒക്കെ അരയ്ക്കണേൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം. അത് പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിൽ ചേർക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തു. അപ്പോൾ ഇത് എണ്ണയൊക്കെ ഇങ്ങനെ മേലെ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ലക്ഷണം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും പിന്നെ കുറച്ച് ക്രീം, ഒരു 1/4 കപ്പ് അങ്ങനെ ചേർക്കാം. 1/4 കപ്പ് ഇല്ലേ, ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് ചേർക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റും കൂടി മൂടി വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാസ്റ്റ് അയണിലാക്കുമ്പം അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ തന്നെ എത്രയോ ശതമാനം നമുക്ക് അയൺ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്യുന്നതിന് അങ്ങനത്തെ ചില ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ ചില കറികൾ ഞാൻ ഇതിലാണ് കുക്ക് ചെയ്യാറ്. 4 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിനി ഈ ചിക്കൻ കറിയെ ഗാർണിഷ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കുറച്ച് മല്ലിയില, അത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത സാധനം. പിന്നെ കുറച്ച് സാഫ്രൺ, ഒരു ഇത്തിരി മതി, ഒരു വളരെ കുറച്ച് സാഫ്രൺ. പിന്നെ കുറച്ച് കാഷ്യൂ. പിന്നെ വേറൊരു സാധനം എന്തെന്ന് വെച്ചാൽ കുറച്ച് ഫ്രൈഡ് അനിയൻസ്. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിക്കാൻ പറ്റുക വറുത്തിട്ട് മാറ്റി വെച്ചതുണ്ടെങ്കിൽ അതെടുക്കാം. ഉള്ളി സ്വതവേ വറുത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം നമ്മുടെ ഫ്രിഡ്ജിലിരുന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കുറച്ചൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരിത്തിരി മാറ്റി വയ്ക്കാം. ഇത് തന്നെയായാലും ഈ ഉള്ളിയും കൂടി ഇട്ട് കഴിയുമ്പം അതിൻ്റെ ടേസ്റ്റ് ആകെ ഒന്ന് മാറും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.